ഹൃദയത്തിൻ്റെ ഘടന മനസ്സിലാക്കുന്നതിനും അതിൻ്റെ പ്രവർത്തനക്ഷമത, രക്തയോട്ടം, മെറ്റബോളിസം എന്നിവ കോശതലത്തിൽ വിശകലനം ചെയ്യാൻ സഹായിക്കുന്ന അത്യാധുനിക നോൺ ഇൻവേസീവ് ഇമേജിംഗ് സംവിധാനമാണ് കാർഡിയാക് പെറ്റ് സ്കാൻ. പെറ്റ് എന്ന് പറഞ്ഞാൽ പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി. പെറ്റിൻ്റെ ഉപയോഗങ്ങളിൽ പ്രധാനമായ ഒന്നാണ് മയോകാർഡിയൽ പെർഫ്യൂഷൻ ഇമേജിംഗ്. രക്തയോട്ടത്തിലെ കുറവ് കണ്ടെത്താൻ, ഹൃദയപേശികളിലേക്ക് ആവശ്യത്തിന് രക്തം ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇത് സഹായിക്കുന്നു. കൊറോണറി ആർട്ടറി ഡിസീസ്, അതായത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന, ബ്ലോക്ക് ഉണ്ടാകുന്ന രോഗം മൂലമുണ്ടാകുന്ന തടസ്സങ്ങൾ കണ്ടെത്താൻ ഇതിന് ഉപയോഗമുണ്ട്. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ബ്ലഡ് ഫ്ലോ, അബ്സല്യൂട്ട് മയോകാർഡിയൽ ബ്ലഡ് ഫ്ലോ എന്ന് പറയും. സാധാരണ സ്കാനുകളിൽ നിന്ന് വ്യത്യസ്തമായി ഹൃദയപേശികളിലേക്കുള്ള രക്തയോട്ടം കൃത്യമായ മില്ലിമീറ്റർ അളവിൽ കണക്കാക്കാൻ പെറ്റ് സ്കാനിന് കഴിയും. ഇത് വലിയ ധമനികളിലെ തടസ്സങ്ങൾ മാത്രമല്ല, മൈക്രോവാസ്കുലർ ഡിസ്ഫങ്ഷൻ, അതായത് കുഞ്ഞു കുഞ്ഞു രക്തക്കൊഴലുള്ള ബുദ്ധിമുട്ടുകൾ പോലെ സൂക്ഷ്മമായ രക്തക്കൊഴലുകളുടെ പ്രശ്നങ്ങൾ കണ്ടെത്താനും സഹായിക്കുന്നു. മയോകാർഡിയൽ വയബിലിറ്റി സ്റ്റഡി, അതായത് ജീവനുള്ള കോശങ്ങളെ തിരിച്ചറിയാൻ, ഹാർട്ട് അറ്റാക്ക് സംഭവിച്ച ഒരു രോഗിയിൽ തകരാറിലായ ഹൃദയപേശികൾ പൂർണ്ണമായും നശിച്ചുപോയോ അതോ താൽക്കാലികമായി പ്രവർത്തനരഹിതമായി തുടരുന്നതാണോ, അതായത് ഹൈബർനേറ്റിംഗ് മയോകാർഡ് എന്ന് പറയും, അത് കണ്ടെത്താൻ FDG പെറ്റ് സ്കാൻ ഉപയോഗിക്കുന്നു. ചികിത്സാ തീരുമാനം സുഗമമാക്കുന്നു. ഈ പേശികളിൽ ജീവനുണ്ടെന്ന്, അതായത് വയബിൾ ആണെന്ന് കണ്ടെത്തിയാൽ ബൈപ്പാസ് സർജറി അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് വഴി ഹൃദയത്തിൻ്റെ പമ്പിംഗ് ശേഷി വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന് ഉറപ്പിക്കാം. അതിനാവശ്യമായ സർജറികൾ ഒഴിവാക്കാനും ഇത് സഹായിക്കും. ഹൃദയത്തിലെ അണുബാധയും വീക്കവും കണ്ടെത്താൻ, അതായത് ഇൻഫ്ലമേഷനും ഇൻഫെക്ഷനൊക്കെ കണ്ടെത്താനും സഹായിക്കും. കാർഡിയാക് സാർക്കോയിഡോസിസ്, അതൊരു ഇൻഫ്ലമേഷനാണ്, വീക്കാണ്. ഹൃദയപേശികളിൽ അനാവശ്യമായ കോശവളർച്ചയും വീക്കവും ഉണ്ടാക്കുന്ന ഇത്തരം അപൂർവ രോഗങ്ങൾ കൃത്യമായി നിർണ്ണയിക്കാനും ചികിത്സയോട് ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് വിലയിരുത്താനും പെറ്റ് സ്കാൻ ഉപയോഗമുണ്ട്. എൻഡോകാർഡൈറ്റിസ്, ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ്, അതായത് ഹൃദയത്തിലെ വാൾവുകളിൽ ഉണ്ടാകുന്ന അണുബാധകൾ, പ്രത്യേകിച്ച് കൃത്രിമ വാൾവുകൾ, പ്രോസ്തറ്റിക് വാൾ അല്ലെങ്കിൽ പേസ് മേക്കർ പോലെയുള്ള ഉപകരണങ്ങൾ ഘടിപ്പിച്ചവരിലുണ്ടാകുന്ന അണുബാധകൾ എക്കോകാർഡിയോഗ്രാഫിയിൽ കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിൽ മെറ്റൽ വരുന്നതുകൊണ്ട് എക്കോ സ്കാനിൽ പ്രശ്നമുണ്ടാവും. അപ്പോൾ പെറ്റ് സ്കാനിൽ കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റും. മറ്റ് ന്യൂക്ലിയർ സ്കാനുകളെ അപേക്ഷിച്ച്, ഉദാഹരണത്തിന് സ്പെക്റ്റ്, സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി, അതിനെ അപേക്ഷിച്ച് പെറ്റ് സ്കാനിൻ്റെ മെച്ചങ്ങൾ നോക്കാം. ഉയർന്ന കൃത്യത, ഹൈ ഡയഗ്നോസ്റ്റിക് ആക്യുറസി, ചിത്രങ്ങളുടെ വ്യക്തത വളരെ കൂടുതലാണ്. അമിതവണ്ണമുള്ളവരിലും സ്ത്രീകളിലും സാധാരണയായി മറ്റു സ്കാനുകളിൽ കാണാറില്ല സോഫ്റ്റ് ടിഷ്യൂ അറ്റന്യൂഷൻ ആർട്ടിഫാക്ട്സ് ഇതിൽ കുറവാണ്. കുറഞ്ഞ റേഡിയേഷൻ, ശരീരത്തിൽ റേഡിയോ ഐസോട്ടോപ്പുകൾ വളരെ കുറച്ച് സമയം മാത്രമേ നിലനിൽക്കൂ എന്നതിനാൽ രോഗിക്ക് ഏൽക്കുന്ന റേഡിയേഷൻ്റെ അളവ് കുറവാണ്. വേഗതയേറിയ പരിശോധന, കുറഞ്ഞ സമയത്തിനുള്ളിൽ പലപ്പോഴും 1 മണിക്കൂറിനകം സ്കാനിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും. ഫാർമക്കോളജിക്കൽ സ്ട്രെസ് ടെസ്റ്റ് വളരെ എളുപ്പത്തിൽ ഇതിനോടൊപ്പം ചെയ്യാനും പറ്റും.